ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല. കുറച്ചധികം തിരക്കുകളായി. ഹെൽത്ത് പരമായിട്ടും പിന്നെ ഒരു ആക്സിഡൻറ്റും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് കുറച്ചധികം തിരക്കായിപ്പോയി. അതുകൊണ്ടൊരു വീഡിയോസ് ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്തു വെച്ചതാണ് ഓഡിയോ. പിന്നെ അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ദിവസമായി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇനി അങ്ങോട്ടേക്കും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും 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 നന്ദി പറയുകയാണ്. ഒരുപാട് നന്ദി. ഈ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇദ്ദേഹമാണ് ജിഹു. ജോലിയും കൂലിയൊന്നും ഇല്ലാതെ എല്ലാം വിറ്റ് തുലച്ച് നടക്കുന്ന ഒരാൾ. അയാൾക്കൊരു മകളുണ്ട്. ഭാര്യ പിണങ്ങിപ്പോയിട്ടാണുള്ളത്. പുള്ളിക്കാരി വേറെ വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കുകയാണ്. മകളും അവരോടൊപ്പമാണ്. ആ മകളെ തനിക്ക് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ കോടതി മകളെ ജിഹുവിനോടൊപ്പം വിടുകയുള്ളൂ. ഈ കൊറിയൻ കഥാപാത്രങ്ങളുടെ പേര് നമുക്ക് മലയാള സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരായിട്ട് പറയാം. അതായിരിക്കും പറയാനും കേൾക്കാനും കുറച്ചുകൂടി രസം, അല്ലേ? അതുകൊണ്ട് ജിഹുവിനെ നമ്മൾ സേതുമാധവൻ എന്ന് വിളിക്കുന്നു. ഇതാണ് സാങ്വു, നമ്മുടെ ജിഹുവിന്റെ ബാല്യകാല സുഹൃത്ത്. പക്ഷെ ഇദ്ദേഹം ജിഹുവിനെ പോലെ അല്ല കേട്ടോ. നന്നായി പഠിക്കുമായിരുന്നു. സിയോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദം. അങ്ങനെ വലിയൊരു ബിസിനസ്സുകാരൻ, പണം കൊണ്ട് അമ്മാനമാടുന്നവൻ എന്നൊക്കെയാണ് നാട്ടിൽ പൊതുവെയുള്ള സംസാരം. നമുക്ക് സാങ്വുവിനെ ചന്തു എന്ന് വിളിക്കാം. ഇവൾ ബിയോക്ക്. നോർത്ത് കൊറിയയിൽ കുടുങ്ങിപ്പോയ അമ്മയെ രക്ഷിക്കുന്നതിനും അനാഥാലയത്തിൽ അനാഥനെ പോലെ കഴിയുന്ന അനിയനെയും കൂട്ടി അമ്മയോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് പണമുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവൾ. നമുക്ക് അവളെ ഭാനു എന്ന് വിളിക്കാം. ഇത് അബ്ദുൾ അലി, ഒരു പാകിസ്ഥാനിയാണ്. കൊറിയയിലേക്ക് കുടുംബത്തോടൊപ്പം ചേക്കേറി പണമുണ്ടാക്കാൻ കഷ്ടപ്പെടുന്നയാൾ. ഈ വൃദ്ധനാണ് ഓ ഇൽ നാം. തലയിൽ ഒരു ക്യാൻസറുമായി ജീവിക്കുന്ന വ്യക്തി. അതിന്റെ വേദനയും ഇടയ്ക്കിടെയുള്ള ഓർമ്മക്കുറവുകളുമൊക്കെ അയാളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. ഏത് നിമിഷവും മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്ന വ്യക്തി. അദ്ദേഹത്തെ നമുക്ക് ഈപ്പച്ചൻ എന്ന് വിളിക്കാം. വീട്ടുപേര് ചേർത്ത് പറയണമെങ്കിൽ ആനക്കാട്ടിൽ ഈപ്പച്ചൻ. ഇദ്ദേഹം ജുൻഹോ. സിയോൾ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനാണ്. കാണാതായ തന്റെ അനിയനെ അന്വേഷിച്ച് നടക്കുകയാണ് അദ്ദേഹത്തെ നമുക്ക് ആര്യൻ ജോസഫ് എന്ന് വിളിക്കാം. ഈ ആര്യൻ ജോസഫ് നമ്മുടെ മലയാളത്തിലെ ആര്യൻ ജോസഫിനെ പോലെ പേടിത്തൊണ്ടനൊന്നും അല്ല കേട്ടോ. നല്ല ധൈര്യശാലിയാണ്. ആന്റണി മോസസിനെ പോലെ തന്നെ. ഇദ്ദേഹം ടിയോക്സു, വളരെയധികം അത്യാഗ്രഹിയായ ഒരു ഗ്യാങ്സ്റ്റർ. നമുക്കറിയാവുന്ന ഒരു ഗ്യാങ്സ്റ്റർ ഉണ്ടല്ലേ, നമ്മുടെ ഡോൺലി. ഇത് അതുപോലെയൊന്നല്ല, വളരെ ദുഷ്ടനും നീചനുമായ ഒരുത്തനാണ് കേട്ടോ. അവനെ നമുക്ക് കീരിക്കാടൻ ജോസ് എന്ന് വിളിക്കാം. പിന്നെ ഇത് രതി ചേച്ചി. മിനയോ എന്നാണ് കൊറിയയിലെ പേര്. നമുക്ക് രതി ചേച്ചിയാണ്. പുള്ളിക്കാരിയുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് സാവധാനത്തിൽ മനസ്സിലായിക്കോളൂ. ഇതാണ് ഇൻഹോ. അദ്ദേഹത്തെ നമുക്ക് ബോസ് എന്ന് വിളിക്കാം. പിന്നെ ഇവളാണ് ജിയോങ്. ഇവൾ ആരാണെന്നും ഇവളുടെ കഥ എന്താണെന്നും ഒക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. നമുക്ക് ഇവളെ അല്ലി എന്ന് വിളിക്കാം. ഇവിടെ ഈ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഒരാളും പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പ്രധാന ക്യാരക്ടേഴ്സ് ഇവരൊക്കെയാണ്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ സേതുമാധവന്റെ വോയിസ് ഓവറാണ് നമ്മൾ കേൾക്കുന്നത്. അവർ കുട്ടികളായിരുന്ന സമയത്ത് കളിച്ചിരുന്ന കളികളെക്കുറിച്ചും അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ. ചെറുപ്പത്തിൽ അവർ കളിക്കുന്ന സ്ക്വിഡ് ഗെയിമിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. നമ്മൾ പണ്ട് കളിക്കാറുള്ള കിളിത്തട്ട് കളിയില്ലേ, അതുപോലെ കൊറിയയിലുള്ള ഒരു ഗെയിമാണ് ഈ സ്ക്വിഡ് ഗെയിം. എതിരാളിയെ വെട്ടിച്ച് അവരുടെ പിടിയിൽപ്പെടാതെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും അവരെ നേരിട്ട് അടുത്ത തട്ടിലേക്കെത്തുന്ന ഒരു കളി. ആ കളിയുടെ നിയമങ്ങളൊക്കെയാണ് സേതുമാധവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ചന്തുവും താനുമൊക്കെ അടങ്ങുന്ന ഒരു ടീം എപ്പോഴും ജയിക്കുമായിരുന്നു എന്നും സേതുമാധവൻ ഓർക്കുന്നു. അങ്ങനെ ആ ഭൂതകാലത്തിൽ നിന്നും സേതുമാധവന്റെ വർത്തമാനകാലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ജോലിയും കൂലിയും ഇല്ലാതെ കിട്ടിയ പണമെല്ലാം ബെറ്റുവെച്ചും കുതിരപ്പന്തയം നടത്തിയും ഒക്കെ നശിപ്പിച്ച് പ്രായമായ അമ്മ പച്ചക്കറികളും കായ്കറികളും ഒക്കെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു ജന്മം. ഈ സ്വഭാവം കൊണ്ട് തന്നെ മകളെയും കൂട്ടി ഭാര്യ അയാളെ ഉപേക്ഷിച്ചു പോയി. അന്നേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്ന സേതുവിന്റെ കയ്യിലേക്ക് അവന്റെ പ്രായമായ അമ്മ കുറച്ച് പൈസ കൊടുക്കുന്നു. അവന് ഭയങ്കര സന്തോഷമായി. അത് നിനക്കുള്ളതല്ല, നിന്റെ മോളുടെ പിറന്നാളാണിന്ന്, അവൾക്ക് കുറച്ച് ചിക്കൻ വാങ്ങിച്ചു കൊടുക്കണം എന്ന് അമ്മ പറയുന്നു. അപ്പോഴാണ് നമ്മുടെ സേതുവിന് ആ കാര്യം ഓർമ്മ വന്നത് തന്നെ. മോൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പണം സേതു അമ്മയോട് ചോദിക്കുന്നു. മാസം നീ ഉണ്ടാക്കി വെച്ച കടം തീർക്കാൻ തന്നെ എന്റെ കയ്യിൽ പണമില്ല, മോക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടം, അത് കിട്ടിയാൽ തന്നെ അവള് ഭയങ്കര സന്തോഷമായിക്കോളും, അത് മതി എന്നും പറഞ്ഞ് അമ്മ പുറത്തേക്ക് പോകുന്നു. പുള്ളിക്കാരി പോയ ഉടനെ തന്നെ സേതു അമ്മ ചോറ്റുപാത്രത്തിൽ ഒളിപ്പിച്ചു വെച്ച ATM കാർഡ് എടുത്ത് കൂട്ടുകാരനെയും വിളിച്ച് ATMിലേക്ക് പോകുന്നു. പിൻകോഡ് അടിച്ച് നോക്കിയപ്പോൾ പിൻകോഡ് റോങ് എന്ന് കാണിക്കുന്നു. ഞാൻ പൈസ എടുക്കുന്ന വിചാരിച്ചിട്ട് തള്ള പിൻകോഡ് അങ്ങ് മാറ്റി കളഞ്ഞല്ലോ എന്നും പറഞ്ഞ് സേതു വീണ്ടും
വീണ്ടും വേറെ പാസ്വേഡ് ട്രൈ ചെയ്യുന്നു. പക്ഷേ അതും റോങ് ആയിട്ട് തന്നെ കാണിക്കുന്നു. അപ്പോൾ കൂട്ടുകാരൻ പറയും, ഇനി നീ തെറ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ കാർഡ് ബ്ലോക്ക് ആവും, പിന്നെ എനിക്ക് പൈസ എടുക്കാനേ പറ്റില്ല, അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ സേതു അന്നേ ദിവസത്തെ ഡേറ്റ് പിൻ നമ്പറായിട്ട് എൻ്റർ ചെയ്യുന്നു. അതായത് തൻ്റെ മകളുടെ ബർത്ത്ഡേ. ആ പിന്ന് ശരിയായിരുന്നു. പ്രായമായ തൻ്റെ അമ്മയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ അവൻ ആ പണം മുഴുവൻ വിത്ഡ്രോ ചെയ്യുന്നു. എന്നിട്ട് ആ പൈസയും കൊണ്ട് മകൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാനാണ് പോയതെന്ന് വിചാരിച്ച തെറ്റി. അവൻ നേരെ പോയത് കുതിരയോട്ട മത്സരത്തിൽ ബെറ്റ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സേതു ബെറ്റ് വെച്ച കുതിര തോക്കുകയും ചെയ്യുന്നു. അതോടെ നിരാശനായ അവൻ ബാക്കിയുണ്ടായിരുന്ന പണം കൂടി മറ്റൊരു കുതിരയുടെ മുകളിൽ ബെറ്റ് വയ്ക്കുന്നു. ഇത്തവണ ഭാഗ്യം സേതുവിന്റെ കൂടിയായിരുന്നു. അവൻ ബെറ്റ് വെച്ച കുതിര തന്നെ ജയിക്കുന്നു. അവന് ഭയങ്കര സന്തോഷമായി. അവിടെ കിടന്ന് തുള്ളിച്ചാടുകയും പാട്ടുപാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. മാത്രമല്ല ഫ്രണ്ട് ബെറ്റ് വെച്ച കുതിര തോറ്റതുകൊണ്ട് അവനെ കളിയാക്കുകയും കൂടി ചെയ്യുന്നു. അങ്ങനെ വിന്നിംഗ് മണി വാങ്ങുമ്പോൾ അതിലൊരു തുക അത് തന്ന പെണ്ണിനും അവൻ ടിപ്പായിട്ട് നൽകുന്നു. ശേഷം പുറത്തു വന്നിട്ട് വളരെ സ്റ്റൈലായിട്ട് വില കൂടിയ സിഗരറ്റ് ഒക്കെ വലിച്ചുകൊണ്ട് മകളെ വിളിക്കുകയാണ്. മോളെ, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എന്താണ് വേണ്ടത്, എന്താണ് കഴിക്കാൻ വേണ്ടത്? മോള് എനിക്ക് ചിക്കൻ ഫ്രൈ മതി എന്ന് പറയുന്നു. ചിക്കൻ ഫ്രൈയോ? എന്താ മോളെ, കുറച്ച് വിലയുള്ള സാധനങ്ങൾ എന്നൊക്കെ ചോദിക്കണ്ടേ? ഇന്ന് നോക്കിക്കോ, നല്ല വിലയുള്ള ഫുഡ് തന്നെ ഞാൻ മോക്ക് വാങ്ങിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് ജാട കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സേതു. അപ്പോഴേക്കും സേതു പണം കൊടുക്കാനുണ്ടായിരുന്ന കുറച്ച് ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുന്നു. അവരുടെ കയ്യിൽപ്പെടാതെ സേതു അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഓടുന്നതിനിടയിൽ നമ്മുടെ ബാനുവുമായിട്ട് കൂട്ടിയിടിച്ച് വീഴുന്നു. ബാനുവിനോട് സോറിയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വീണ്ടും ഓടാൻ തുടങ്ങി. പക്ഷെ എത്രയൊക്കെ ഓടിയിട്ടും ആ ഗുണ്ടകൾ അവനെ പിടിക്കുന്നു. ടോയ്ലറ്റ് കൊണ്ടുപോയിട്ട് ചറ പറ അടിയും കൊടുക്കുന്നു. അവസാനം അവൻ പറയും, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാനത് ഇപ്പം തന്നേക്കാം. പൈസയോ നിന്റെ കയ്യിലോ? പിന്നെ നീ എന്തിനാണ് ഓടിയത് നമ്മളെ കണ്ടപ്പോൾ എന്ന് ഗുണ്ടകൾ ചോദിക്കുന്നു. അത് ആ പൈസ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് തരാതിരിക്കാൻ ഓടിയത് എന്ന് അവൻ മറുപടി പറയുന്നു. എന്നിട്ട് കീശയിൽ നിന്ന് പൈസ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് കീശ ഓട്ടയായിരിക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ബാനുവിനെ തട്ടിയിരുന്നല്ലോ, അവള് നൈസായിട്ട് അതങ്ങ് അടിച്ചു മാറ്റി. അവന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് കണ്ടപാടെ വില്ലൻ വീണ്ടും അവനിട്ട് ഒരൊറ്റ അടി കൂടി കൊടുത്തു. അവന്റെ മൂക്കിൽ നിന്ന് ചോര പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങി. അത് തൊട്ട് നക്കിയിട്ട് ആ വില്ലൻ പറഞ്ഞു, നിന്റെ ചോരക്ക് ഭയങ്കര ടേസ്റ്റ് ആണല്ലോടാ, ഇനി അത് ഞാൻ എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ഒരു സൂചി എടുത്ത് ഒരു കോപ്പയെടുത്ത് അവന്റെ മൂക്കിൽ കുത്താൻ ശ്രമിക്കുകയാണ്. അവനാകെ പേടിച്ച് വിറച്ചു പോയി. ഇപ്പോൾ ആ വില്ലൻ എന്ത് ചെയ്തു എന്നറിയോ? ഒരു എഗ്രിമെന്റ് അവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നു. സൈൻ എന്ന് പറഞ്ഞാൽ വെറും സൈൻ അല്ല, മൂക്കിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ചോര എടുത്തിട്ട് അത് വെച്ചിട്ട് തമ്പ് ഇംപ്രഷൻ നൽകുന്നു. എന്താണ് അതിൽ എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു മാസത്തിനുള്ളിൽ പണം തിരികെ നൽകിയില്ലെങ്കിൽ അവന്റെ ലങ്സും ഹൃദയവും കിഡ്നിയും എന്ന് വേണ്ട സകലതും ഇങ്ങേർക്ക് വിട്ടു നൽകാനുള്ള ഒരു എഗ്രിമെന്റ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ സേതു അയാൾ പറയുന്നത് പോലെ അതിൽ തമ്പ് ഇംപ്രഷൻ ചെയ്യുന്നു. അങ്ങനെ ആ പലിശക്കാരൻ അവിടെ നിന്ന് പോയതിനു ശേഷം സേതു നേരെ പോയത് ആ റിസപ്ഷനിലുണ്ടായിരുന്ന പെണ്ണിന്റെ അടുത്തേക്കായിരുന്നു. അവൻ നേരത്തെ പൈസ കൊടുത്തില്ലേ, അവളുടെ അടുത്തേക്ക്. അവിടെ ചെന്നിട്ട് താൻ നേരത്തെ തന്ന ആ പൈസ തിരിച്ചു തരാൻ പറ്റുമോ എന്ന് അവൻ ചോദിക്കുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. അവൾ ആ പൈസ കൊടുത്തെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ സേതു നേരെ പോയത് ഒരു ഗെയിം സെന്ററിലേക്കാണ്. ഇത് നേരത്തെ പോലെ ബെറ്റ് വെക്കാനല്ല കേട്ടോ, മകൾക്ക് ഒരു സമ്മാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മളിവിടെയൊക്കെ ഈ ലക്കി ഡ്രോ ഒക്കെ നടത്താറില്ലേ, അതുപോലെ ഒന്ന് പൈസ അടച്ചിട്ട് ഒരു മെഷീൻ ഉപയോഗിച്ച് ആവശ്യമുള്ള സമ്മാനം എടുത്തുയർത്തി നമുക്ക് എടുക്കാൻ സാധിക്കും. അത് കൃത്യമായിട്ട് പുറത്തേക്ക് വന്നാൽ മാത്രം. നമ്മുടെ സേതു ഒരുപാട് തവണ ശ്രമിച്ചിട്ടും അവൻ ഒരു പ്രൈസ് പോലും പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. മാത്രവുമല്ല അവൻ കൊണ്ടുവന്ന പണം ഓൾമോസ്റ്റ് തീരുകയും ചെയ്തു. അവനാകെ വിഷമിച്ച് ദേഷ്യം വന്ന് അവിടെ കിടന്ന് ഒച്ചയടിക്കുകയും അലറുകയൊക്കെ ചെയ്തു. ഇത് കണ്ടു നിന്ന ഒരു കൊച്ചു ചെറുക്കൻ നമ്മുടെ സേതുവിനെ സഹായിക്കുന്നു. അവനാണെങ്കിൽ ഒരുപാട് ഗിഫ്റ്റുകൾ എടുത്ത് ഓൾറെഡി സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവന്റെ സഹായത്തോടെ സേതു ഒരു ഗിഫ്റ്റ് ബോക്സ് എടുക്കുന്നു. അയാൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവൻ തുള്ളിച്ചാടുകയും ആ കുഞ്ഞിനെ പിടിച്ച് ഉയർത്തുകയും ഒക്കെ ചെയ്ത് അവന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ആ ഗിഫ്റ്റ് എന്താണെന്ന് പോലും നോക്കാതെ സേതു അതും കൊണ്ട് മകളെ കാണാൻ പോയി. അച്ഛന്റെ മുഖത്ത് മുറിവ് കണ്ട അവൾ അത് തന്നെ നോക്കി വിഷമിച്ചിരിക്കുന്നു. ഇതൊരു വലിയ കൊതുക് കടിച്ചതായെന്നും പറഞ്ഞ് സേതു അവളെ സമാധാനിപ്പിക്കുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ ഫ്രൈ വാങ്ങിക്കൊടുത്തില്ല എന്ന് മാത്രമല്ല വളരെ വില കുറഞ്ഞ ഒരു ഫുഡുമാണ് പുള്ളിക്കാരൻ ഇപ്പോൾ കയ്യിലുള്ള പൈസ കൊണ്ട് മകൾക്ക് വാങ്ങിക്കൊടുത്തത്. എന്നിട്ട് അവളോട് വിഷമത്തോടെ പറയും, എനിക്ക് മോക്ക് ഇതിലും നല്ലൊരു ഡിന്നർ തരണമെന്നായിരുന്നു, പക്ഷെ സാധിച്ചില്ല, സോറി എന്ന്. അപ്പോൾ അവൾ പറയും, അതൊന്നും കുഴപ്പമില്ല, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം സേതു മകൾക്ക് താൻ കൊണ്ടുവന്ന ആ ഗിഫ്റ്റ് കൊടുക്കുന്നു. അവൾ വളരെ സന്തോഷത്തോടെ അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു തോക്ക്. അവൾ ആകെ വിഷമിച്ചുപോയി. ഈ തോക്ക് വെച്ച് അവൾ എന്ത് ചെയ്യാൻ അല്ലെ? അപ്പോഴാണ് സേതുവും അതിനുള്ളിൽ തോക്കാണെന്ന് മനസ്സിലാക്കുന്നത്. അവനും ആകെ വിഷമിച്ചുപോയി. പക്ഷെ അത് ശരിക്കും തോക്കായിരുന്നില്ല, ഒരു ലൈറ്റർ ആയിരുന്നു. അത് ഈ തോക്കിന്റെ രൂപത്തിലാക്കി വെച്ചതാണ്. അത് തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മകള് അച്ഛന് വിഷമമാകാതിരിക്കാൻ വേണ്ടി അത് ഇഷ്ടപ്പെട്ട പോലെ പെരുമാറുന്നു. എന്നാലും ഇതും കൊണ്ട് വീട്ടിൽ ചെന്നാൽ അമ്മ വഴക്ക് പറയുമെന്ന് അവൾ പറയുന്നു. അതുകൊണ്ട് തന്നെ സേതു അത് വാങ്ങി പോക്കറ്റിലേക്ക് ഇടുന്നു. എന്നിട്ട് നീ കുറച്ച് വലുതാവുമ്പോൾ തരാമെന്നും പറയുന്നു. പക്ഷെ അതുകൊണ്ട് സിഗരറ്റ് വലിക്കരുത് അച്ഛ എന്നും പറഞ്ഞ് അവൾ ശകാരിക്കുന്നു. ഇല്ല മോളെ, ഞാൻ സിഗരറ്റ് വലിയൊക്കെ നിർത്തി എന്ന് സേതു പറയുന്നു. മോളുടെ അടുത്ത ബർത്ത്ഡേക്ക് അച്ഛൻ വലിയൊരു സമ്മാനം തന്നെ മോക്ക് തരും എന്ന് സേതു പറയുമ്പോൾ മോള് ഒന്ന് വിഷമിച്ച് ശങ്കിച്ച് അടുത്ത വർഷമോ എന്ന് ചോദിക്കുന്നു. അതെ, എന്ത് പറ്റി എന്ന് അവൻ ചോദിക്കുന്നു. അവൾ എന്തോ പറയാൻ വരുന്നു, പക്ഷെ ഒന്നും പറയാതെ ഒന്നുമില്ല അച്ഛ എന്ന് പറഞ്ഞ് ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുന്നു. ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് മകളെയും തോളിലേന്തി നമ്മുടെ സേതു അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. മകളാണെങ്കിൽ തോളിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തു.
അവിടെ എത്തിയപ്പോഴേക്കും ഇത്രയും ലേറ്റ് ആയതിന് സേതുവിന്റെ മുൻഭാര്യ അയാളെ ശകാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരു കാറ് പിടിച്ചെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നൂടെ എന്ന് അവർ ചോദിക്കുന്നു. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്, വെറുതെ ഒച്ചയുണ്ടാക്കല്ലേ എന്ന് സേതു പറയുന്നു. അപ്പോഴേക്കും മകളുടെ ഉറക്കം ഞെട്ടുന്നു. അമ്മ അവളെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് നടന്നു കയറുന്നു. മകളാകട്ടെ തിരിഞ്ഞു നിന്ന് അച്ഛനോട് ടാറ്റയും ബയ്യും ഒക്കെ പറയുന്നുണ്ട്. സേതു അവളെ തന്നെ നോക്കി അവിടെ കുറച്ചു നേരം നിൽക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. സേതു വീട്ടിലേക്ക് പോകുന്നതിന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും ട്രെയിൻ ജസ്റ്റ് മിസ്സായി. ഇപ്പൊ അടുത്ത ട്രെയിൻ വരെ അവിടെ കാത്തു നിൽക്കണം. അങ്ങനെ സേതു അവിടെ അടുത്ത വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ അങ്ങോട്ടേക്ക് വന്ന് സേതുവിന്റെ തൊട്ടടുത്തായിട്ട് ഇരിക്കുന്നു. അയാൾ സേതുവിനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ സേതു ആ നേരത്തെ ലൈറ്റർ ഉണ്ടല്ലോ, തോക്ക് പോലെയുള്ളത്, അത് ചൂണ്ടി അയാളെ പേടിപ്പിക്കുന്നു. ശേഷം അത് വെറും ലൈറ്ററാണെന്ന് സേതു അയാളെ കാണിക്കുന്നു. എന്നിട്ട് എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല എന്നും പറയുന്നു. അപ്പോൾ ആ യാത്രക്കാരൻ പറയും, നമുക്ക് ഒരു ഗെയിം കളിച്ചാലോ എന്നും പറഞ്ഞിട്ട് അയാളുടെ പെട്ടി തുറന്നു വയ്ക്കുന്നു. അതിനുള്ളിൽ 2 ബോക്സുകളും കുറെ പണവും ഉണ്ടായിരുന്നു. വിജയിച്ചു കഴിഞ്ഞാൽ പണമാണ് കിട്ടുന്നത് എന്ന് കണ്ടപ്പോൾ നമ്മുടെ സേതുവിന്റെ മനസ്സൊന്ന് പാളി. അങ്ങനെ അവൻ അതിന് തയ്യാറാവുന്നു. ഗെയിം വളരെ സിമ്പിളാണ്. നീല നിറത്തിലും ചുവപ്പ് നിറത്തിലുമുള്ള ഓരോ ബോക്സുകളുണ്ട്. അതിലൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. എതിരാളിയുടെ ബോക്സ് നിലത്ത് വയ്ക്കും. നമ്മുടെ ബോക്സ് ഉപയോഗിച്ച് അതിനെ എറിഞ്ഞ് അത് മലത്തിയിടണം. അതാണ് ഗെയിം. മലത്തിയിട്ടാൽ ജയിച്ചു, ഇല്ലെങ്കിൽ തോറ്റു. ജയിച്ചാൽ പണം കിട്ടും, തോറ്റാൽ പണം കൊടുക്കണം. അങ്ങനെ ഈ ഗെയിമിന്റെ റൂളുകളൊക്കെ ആ യാത്രക്കാരൻ സേതുവിനോട് പറയുന്നു. നിങ്ങൾ തന്നെ ആദ്യം കളിച്ചോളൂ എന്നും പറഞ്ഞ് അയാൾ സേതുവിനെ വിളിക്കുന്നു. ആദ്യമൊന്ന് ശങ്കിച്ചെങ്കിലും സേതു അതിന് തയ്യാറാവുന്നു. സേതു നീല ബോക്സ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ചുവപ്പ് ബോർഡിനെ അയാൾ ഫ്ലിപ്പ് ചെയ്യാനായി ശ്രമിക്കുന്നു. പക്ഷെ ആദ്യത്തെ എയറിൽ അയാൾക്കതിന് സാധിക്കുന്നില്ല. എന്നാൽ ആ യാത്രക്കാരനാവട്ടെ ഒറ്റ എയറിന് സേതുവിന്റെ ബോർഡ് തിരിച്ചിടുന്നു. സേതു പെട്ടു. അയാളുടെ കയ്യിൽ 10 പൈസയില്ലല്ലോ ആ യാത്രക്കാരന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. സേതുവിന്റെ അങ്കലാപ്പ് കണ്ടപ്പോൾ യാത്രക്കാരൻ ചോദിക്കുന്നു, പൈസ ഇല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബോഡി നമുക്ക് ഇതിന്റെ പ്രൈസ് ആയിട്ട് വെച്ചാലോ? സേതു അന്തം വിട്ട് നിൽക്കുമ്പോൾ അയാൾ അടി മോന്തക്കിട്ട് സേതുവിന്റെ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് സേതു ചോദിച്ചപ്പോൾ, ഒരടിക്ക് നിങ്ങൾ എനിക്ക് തരാനുള്ള പണമായിട്ട് ഞാൻ കൗണ്ട് ചെയ്യും. അത് കേട്ടപ്പോൾ സേതു വീണ്ടും ഒരു റൗണ്ട് കൂടി കളിക്കാമെന്നും പറഞ്ഞ് വീണ്ടും മത്സരത്തിന് ഇറങ്ങുന്നു. എവിടെ ചറാ പറാ അടി വാങ്ങിക്കൂട്ടി. പക്ഷെ അവസാനം സേതു ഒരു കളിയിൽ ജയിക്കുന്നു. അവൻ എറിഞ്ഞ് ആ യാത്രക്കാരന്റെ ബോർഡ് മറിച്ചിടുന്നു. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി, വാ 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 ഇപ്പൊ എന്റെ ടേണാണെന്നും പറഞ്ഞിട്ട് അവൻ ആ യാത്രക്കാരനെ അടിക്കാൻ ഓങ്ങുന്നു. അയാൾ സേതുവിന്റെ കൈ പിടിച്ചു മാറ്റിയിട്ട് അവന് പണം കൊടുക്കുന്നു. ജയിച്ചതിന്റെ തുകയായിട്ട്. സേതു ആകെ വിഷമിച്ചും അന്തം വിട്ടും അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അത്രയും അടി വാങ്ങിക്കൂട്ടിയിട്ട് അവന് കിട്ടിയതാണ് ആ പണം. വീണ്ടും വീണ്ടും ട്രെയിനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ സേതു കിട്ടിയ പണം എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് ആ യാത്രക്കാരൻ സേതുവിനോട് പറയും, നോക്ക് ഇതുപോലെ ഒരുപാട് ഗെയിമുകളുണ്ട്, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സമ്മാനത്തുക വാങ്ങാനാകും, ഒന്ന് ശ്രമിച്ചു നോക്കുന്നു. എന്തുവാടോ ഇത് വല്ല മണി ചെയിനുമാണോ എന്ന് സേതു അയാളെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു. ഉടനെ തന്നെ ആ യാത്രക്കാരൻ സേതുവിന്റെ കടത്തിന്റെ കാര്യവും കുടുംബത്തിലെ കാര്യവും അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അണുവിട തെറ്റാതെ പറയാൻ തുടങ്ങി. അത് കേട്ട് സേതു ആകെ ഞെട്ടിപ്പോയി. എന്ത് ധൈര്യത്തിലാടോ എന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയത് എന്ന് അവൻ ദേഷ്യത്തോടെ അയാളോട് ചോദിക്കുന്നു. ഉടനെ തന്നെ അയാൾ ഒരു കാർഡ് കൊടുക്കുന്നു. അതിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ഒന്നുകൂടി ചിന്തിക്ക്, തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ടോളൂ എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും അടുത്ത ട്രെയിൻ കയറി പോകുന്നു. സേതുവിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറെ അടി കിട്ടിയെങ്കിലും കയ്യിൽ ക്യാഷ് കിട്ടിയപ്പോൾ സേതുവിന് സന്തോഷമായി. അതുകൊണ്ട് അയാൾ വീട്ടിലേക്ക് പോകുന്ന വഴി സന്തോഷത്തോടെ പാട്ടൊക്കെ പാടിയിട്ട് നമ്മുടെ സേതു കുറച്ച് മീൻ വാങ്ങുകയാണ്. ആ മീൻകട വേറെ ആരുടേതുമല്ല, നമ്മുടെ ചന്തുവിന്റെ അമ്മയുടേതാണ്. സേതു ചന്തുവിനെ പറ്റി അവരോട് ചോദിക്കുന്നു. അവൻ ബിസിനസ് ട്രിപ്പല്ലേ, എപ്പോഴും തിരക്കാ ചെക്കന്. അപ്പോൾ സേതു പറയും, ഞാനാണ് അവനെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോയിരുന്നത്, അതുകൊണ്ടല്ലേ അവനിപ്പോ ഈ ബിസിനസ്സും അതും ഇതുമൊക്കെ നോക്കാൻ പറ്റിയത്, സിയോളിൽ പോയിട്ട് അവന് ബിരുദമൊക്കെ എടുക്കാൻ പറ്റിയത്. എന്നിട്ടും അവനെന്താ എന്നോടൊരു നന്ദി പോലും പറഞ്ഞില്ല, എനിക്കൊരു ചായ പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. ഇനി അവൻ നാട്ടിൽ വന്നാ എന്നെ കാണാൻ പറയണമെന്നും പറഞ്ഞ് മീനിന്റെ പൈസയും കൊടുത്തിട്ട് ബാക്കി വെച്ചോളൂ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. എന്ത് ബാക്കി വെക്കാൻ, ആ മീൻ നീ തന്ന പൈസയിലും കൂടുതലാടോ പൊട്ട എന്നും പറഞ്ഞിട്ട് അമ്മ ആത്മകഥം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുന്നു. വീട്ടിലെത്തിയ സേതു കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണം അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. നീ വീണ്ടും പെറ്റുവെച്ചോ അതോ വല്ലവരുടെ ഇന്ന് മോഷ്ടിച്ചോ എന്ന് അമ്മ ചോദിക്കുന്നു. ഇത് ഞാൻ മോഷ്ടിച്ചതും പിടിച്ചു പറിച്ചതൊന്നുമല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ എന്ന് സേതു പറയുന്നു. പിന്നെ നിന്റെ മുഖത്തെന്താടാ എന്തോ പാട്? അതൊന്നുമില്ല. നീ എന്തെങ്കിലും ചെയ്. അല്ല നീ നിന്റെ മോക്ക് ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചു കൊടുത്തായിരുന്നോ? ഇല്ലമ്മ, ഞാൻ അവൾക്ക് വേറെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. എടാ നിന്നോട് മോളെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്ത് പറയാൻ? എടാ അവരെല്ലാവരും കൂടി അടുത്ത കൊല്ലം US മാറാൻ പോവുകയാണ്. ഈ കാര്യമാണ് താൻ അടുത്ത കൊല്ലം ഗിഫ്റ്റ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ മകള് പറയാൻ വന്നതും പിന്നീട് പറയാതിരുന്നു എന്ന് സേതു ഓർക്കുന്നു. അങ്ങനെ ഒരു പോയാൽ പിന്നെ നിനക്കൊരിക്കലും നിന്റെ മകളെ കാണാൻ പറ്റില്ല. നീ അവൾക്ക് വെറും അന്യനായി മാറും. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോടാ. അമ്മ എന്തായി പറയുന്നത്? എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനാ? ഈ ഡൈവേഴ്സിന്റെ സമയത്ത് ഇതൊക്കെ സെറ്റിൽ ചെയ്തതല്ലേ എന്ന് കരുതി നിനക്ക് നിന്റെ മോളെ വിടാൻ പറ്റുമോ? അവളെ കാണാതെ നിനക്ക് ഇരിക്കാൻ പറ്റുമോ? എടാ മേലെ ഒരാളുണ്ട്, പുള്ളിക്ക് ഈ ലോയൊക്കെ നന്നായിട്ട് അറിയാം. പുള്ളിക്കാരൻ പറഞ്ഞത് അച്ഛൻ ഫൈനാൻഷ്യലി നല്ല സെറ്റിലാണെങ്കിൽ
തീർച്ചയായും കോടതി മകളെ അച്ഛനോടൊപ്പം വിടുമെന്നാണ്. അത് കേട്ടതും സേതു ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. പാവം സേതു രാത്രി ഉറക്കം വന്നതേയില്ല. അവൻ മകളോടൊപ്പമുള്ള ഫോട്ടോസൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഒടുവിൽ അവൻ ഒരു തീരുമാനത്തിലെത്തുന്നു. ആ യാത്രക്കാരൻ തന്ന നമ്പറിലേക്ക് വിളിക്കുക. അങ്ങനെ സേതു ആ നമ്പറിലേക്ക് വിളിക്കുന്നു. ഹലോ, ഇതെനിക്ക് ഈ കാർഡ് തന്ന ആളല്ലേ എന്ന് സേതു ചോദിക്കുന്നു. താങ്കൾ ഈ ഗെയിം കളിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പേരും ജനന തീയതിയും പറയുക. ആ ഒരു സീൻ അവിടെ കട്ടാവുന്നു. ഇപ്പൊ നമ്മുടെ സേതു ആളൊഴിഞ്ഞ റോഡിൽ ആരെയോ കാത്തിരിക്കുകയാണ്. ഒരു വണ്ടി അങ്ങോട്ടേക്ക് വരുന്നു. മണി ഹേസ്റ്റിലേതുപോലെ ചുവന്ന വസ്ത്രം ധരിച്ച ഒരു ഡ്രൈവർ. അയാൾ മുഖംമൂടി അണിഞ്ഞിരുന്നു. അയാൾ സേതുവല്ലേ എന്ന് സേതുവിനോട് ചോദിക്കുന്നു. അതെ എന്ന് സേതു മറുപടി പറയുന്നു. പാസ്വേഡ് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്ന് സേതു മറുപടി പറയുന്നു. ഉടനെ തന്നെ ആ വണ്ടിയുടെ വാതിൽ തുറക്കുന്നു. അതിനുള്ളിൽ സേതുവിനെ കൂടാതെ മറ്റ് ചിലരുമുണ്ടായിരുന്നു. അവരൊക്കെ നല്ല ഉറക്കത്തിലാണ്. പാവങ്ങൾ എല്ലാം ടയേർഡായി ഉറങ്ങിപ്പോയെന്നും പറഞ്ഞ് സേതു ആ വണ്ടിയിലേക്ക് കയറുന്നു. ഗെയിമിന്റെ സ്ഥലത്തേക്ക് എത്താൻ കുറെ നേരം ഉണ്ടാവുക എന്ന് സേതു ചോദിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു പ്രത്യേകതരം വാതകം അവിടെ സ്പ്രേ ചെയ്യപ്പെടുന്നു. അതോടെ സേതുവും മറ്റുള്ളവരെ പോലെ അബോധാവസ്ഥയിലാവുന്നു. അവരെയും കൊണ്ട് ആ വണ്ടി അവിടെ നിന്നും പുറപ്പെടുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അടുത്ത ദിവസം ഉറക്കമെഴുന്നേക്കുന്ന സേതു ആകെ ഞെട്ടിപ്പോയി. അവന്റെ വസ്ത്രം മാറിയിരിക്കുന്നു. ഒരു ജയിൽ പുള്ളിയെ പോലെ 456 എന്നുള്ള നമ്പർ ആ വസ്ത്രത്തിൽ തുന്നിച്ചേർത്തിട്ടുണ്ട്. അവനെ പോലെ നിരവധി ആൾക്കാർ ആ മുറിയിലുണ്ടായിരുന്നു. അവർക്കാർക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു വിവരവുമില്ല. അവരെ ഓരോരുത്തരെയും CCTVയിലേതെന്നുപോലെ ഒരു പറ്റം ചുവന്ന വസ്ത്രധാരികൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ CCTV റൂമിലേക്ക് അവരുടെ ബോസ് കടന്നു വരുന്നു. കറുത്ത കോട്ടണിഞ്ഞ് കറുത്ത മുഖംമൂടി ധരിച്ച ഒരു രൂപം. അയാൾ ഈ വന്നിരിക്കുന്ന പ്ലെയേഴ്സിനെയൊക്കെ നിരീക്ഷിക്കുന്നു. നമ്മുടെ സേതു അന്തം വിട്ട് അത് ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അയാൾ ഒരു വൃദ്ധനായ മനുഷ്യൻ ഓരോ ആൾക്കാരെയായിട്ട് കൗണ്ട് ചെയ്യുന്നത് കാണുന്നു. സേതു പോയിട്ട് അയാളോട് സംസാരിക്കുന്നു. എന്നോട് വന്നിട്ട് സംസാരിക്കാതെ ഞാൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക, എന്റെ നമ്പർ തെറ്റും എന്ന് അയാൾ സേതുവിനോട് പറയുന്നു. അല്ല, നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാരെ എണ്ണുകയാണോ? ദേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് സേതു അയാളെ ഒരു ഡിസ്പ്ലേ ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ 456 പ്ലെയേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വൃദ്ധന്റെ നമ്പർ 1 തന്റേത് 456 ആണെന്നും അപ്പോഴാണ് സേതു മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ ആ വൃദ്ധൻ പറയും, ഇവിടെ 456 ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഇടയ്ക്കിടെ ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നത് എന്റെ ഓർമ്മക്കുറവ് പരിഹരിക്കാൻ നല്ലതാണെന്ന് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൗണ്ട് ചെയ്തതെന്ന് അയാൾ പറയുന്നു. ഓർമ്മക്കുറവോ? പിന്നെ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ? നിങ്ങളുടെ കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടാവില്ലേ? അവരുടെ കൂടെ ചായയൊക്കെ കുടിച്ച് സന്തോഷത്തോടെ കളിച്ച് രസിച്ചിരുന്നാൽ പോരെ? ഇങ്ങോട്ടേക്ക് എന്തിനാണ് വന്നത് എന്ന് സേതു ചോദിക്കുന്നു. അല്ല, നിന്റെ പാരന്റ്സിന് ഇപ്പോ നിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് എല്ലാ സമയവും ചായയും കാപ്പിയൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് അയാൾ സേതുവിനോട് ചോദിക്കുന്നു. സേതുവിന് ഉത്തരം മുട്ടിപ്പോയി. ഉടനെ തന്നെ അയാൾ പറയും, എനിക്ക് ഏതായാലും അധികം സമയമൊന്നും ബാക്കിയില്ല, എന്റെ ഡോക്ടർ പറഞ്ഞത് എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്നാണ് എന്നും പറഞ്ഞ് അയാൾ ചിരിക്കുന്നു. അത് കേട്ട് സേതുവിന് ആകെ വിഷമമായി പോയി. പെട്ടെന്ന് ആരോ രണ്ടുപേർ അവിടെ വഴക്കൂടുന്ന ശബ്ദം അവർ കേൾക്കുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ കീരിക്കാടൻ ജോസും ഭാനുവുമായിരുന്നു. കീരിക്കാടൻ ജോസും ഭാനുവും ഒരേ സംഘത്തിൽ തന്നെയായിരുന്നു ജോലി ചെയ്തത്. പിന്നീട് അവരെ പറ്റിച്ചാണ് ഭാനു അവിടെ നിന്നും പുറത്തിയാടിയത്. അതിന്റെ പേരിലുള്ള വഴക്കാണ് ഇപ്പൊ അവിടെ നടക്കുന്നത്. കീരിക്കാടൻ ഭാനുവിനെ പിടിച്ച് അലക്കോട്ടലക്ക്. ആ സമയത്താണ് സേതു ഭാനുവിന്റെ മുഖം കാണുന്നത്. സേതു ഓടി വന്ന് കീരിക്കാടനെ തള്ളി മാറ്റി ഭാനുവിനെ പിടിച്ചു വലിച്ച് എന്റെ പൈസ താടി പോക്കറ്റ് അടിക്കാരി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. കീരിക്കാടൻ വെറുതെ വിടുവോ? സേതുവിനെ അവൻ ചവിട്ടി തെറിപ്പിക്കുന്നു. നീ അറ എന്ന് കീരിക്കാടൻ സേതുവിനോട് ചോദിക്കുന്നു. അവന്റെ മട്ടുംഭാവമൊക്കെ കണ്ടപ്പോൾ തന്നെ താൻ തള്ളി മാറ്റിയത് ഒരു ഗാങ്സ്റ്ററിനെയാണെന്ന് സേതുവിന് മനസ്സിലായി. അവനാകെ പേടിച്ചുപോയി. നോക്ക്, ഞാൻ അറിയാതെ നിങ്ങളെ തള്ളി മാറ്റിയതാണ്. എനിക്കും അവളുമായിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടി പെട്ടെന്ന് അർജന്റിൽ വന്നപ്പോൾ നിങ്ങളാണെന്ന് ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സേതു തടിയൂരാൻ ശ്രമിക്കുന്നു. അപ്പോൾ കീരിക്കാടൻ അവനെ തല്ലാൻ ഒരുങ്ങുന്നു. അയ്യോ, എന്നെ തല്ലുന്നേ, ഈ കാലമണ്ണൻ തല്ലുന്നേ, ഇവിടെ ആരുമില്ല എന്നെ രക്ഷിക്കാൻ എന്നും പറഞ്ഞിട്ട് സേതു ഒച്ച വെക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ആ മുറിയുടെ വാതിൽ തുറക്കപ്പെടുന്നു. ചുവന്ന വസ്ത്രധാരികളായ കുറച്ചുപേർ. ഒരാളുടെ മുഖമൂടിയിൽ ചതുരവും മറ്റുള്ളവരുടേതിൽ ത്രികോണവും വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ചതുരം വരച്ച ആളാണ് ആ വന്ന ടീമിന്റെ ലീഡർ എന്ന് തോന്നുന്നു. അയാൾ മുന്നോട്ടേക്ക് വന്ന് പ്ലെയേഴ്സിനോട് സംസാരിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഈ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെയുള്ള 6 ദിവസം നിങ്ങൾ ഓരോരുത്തരും 6 ഗെയിമുകളിൽ പങ്കെടുക്കേണ്ടതായുണ്ട്. 6 ഗെയിമുകളിലും വിജയിക്കുന്ന ആൾക്ക് വളരെ വലിയൊരു തുക സമ്മാനമായി ലഭിക്കുകയും ചെയ്യും എന്ന് അയാൾ പറയുന്നു. ഞങ്ങൾ എന്തിന് നിങ്ങളെ വിശ്വസിക്കണം? കൃത്യമായൊന്നും പറയാതെ ഞങ്ങളെ ഉറക്കിക്കിടത്തി ഈ അജ്ഞാത സ്ഥലത്തേക്ക് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുവന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നു ചില ഗെയിമുകൾ കളിച്ചാൽ ഞങ്ങൾക്ക് പണം തരുമെന്ന്. എങ്ങനെ വിശ്വസിക്കാനാണ് ഈ കാര്യങ്ങളെല്ലാം എന്ന് ഒരു പ്ലെയർ ചോദിക്കുന്നു. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്കുള്ള നിർദ്ദേശമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. പിന്നെ നിങ്ങൾ എന്തിനാണ് മുഖംമൂടി ധരിച്ചിരിക്കുന്നത് എന്ന് ഒരു സ്ത്രീ ചോദിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഫേസ് റിവീൽ ചെയ്യില്ല. അതും ഈ ഗെയിം കോൺഫിഡൻഷ്യലായി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ്.
മാത്രമാണ്. പ്ലേയേഴ്സിന്റെ കൂട്ടത്തിൽ നമ്മുടെ ചന്തുവും ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കില്ല, സത്യം പറഞ്ഞാൽ നിങ്ങൾ നിയമം ലംഘിച്ച് ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ് എന്ന് അയാൾ വിളിച്ചു പറയുന്നു. ഉടനെ തന്നെ ടീം ലീഡർ ഒരു വീഡിയോ പ്ലേ ചെയ്യിക്കുന്നു. വേറെ ഒന്നല്ല, സേതുവിനെ പോലെ എല്ലാവരും അടി വാങ്ങുന്ന വീഡിയോ. അതിൽ ചന്തുവിന്റേതും ഉണ്ടായിരുന്നു. ചന്തു വലിയ കടക്കാരനാണെന്നും സ്വന്തം കമ്പനിയിൽ നിന്ന് തന്നെ മോഷ്ടിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ കോടികളുടെ കടക്കാരനാണെന്നുമൊക്കെ കൃത്യമായിട്ട് ആ ടീം ലീഡർ പറയാൻ തുടങ്ങി. ചന്തുവിന്റെ മാത്രമല്ല, അവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ഞങ്ങൾ നിങ്ങളെ ഓരോ സ്ഥലത്ത് വെച്ച് കണ്ടു, പക്ഷെ നിങ്ങൾ ആരും ഞങ്ങളെ വിശ്വസിച്ചില്ല. പക്ഷെ ഒരു ഗെയിം കളിച്ചതിന് ശേഷം നിങ്ങൾക്ക് പണം കിട്ടി, അപ്പോഴാണ് നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചത്. ഇപ്പോഴും നിങ്ങളെ ആരെയും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഞങ്ങളെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈ ഗെയിം ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന അവസാനത്തെ അവസരമാണ് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ. ഞങ്ങളെ സംശയിച്ച് നിങ്ങൾ നിങ്ങളുടെ പഴയ ആ വൃത്തികെട്ട ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു, അതോ കൈനിറയെ പണവുമായി ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്ന് ടീം ലീഡർ പറയുന്നു. അതോടെ എന്ത് പറയണമെന്നറിയാതെ എല്ലാവരും സംശയിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് നമ്മൾ എന്ത് ഗെയിമാണ് കളിക്കാൻ പോകുന്നത് എന്ന് അലി ചോദിക്കുന്നു. ഈ ഗെയിം നീതിയുക്തമായും സത്യസന്ധമായും നടത്തണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കുകയില്ല. അത് നിങ്ങൾക്ക് തീർച്ചയായും പിന്നീട് മനസ്സിലാവുന്നതാണ് എന്ന് ടീം ലീഡർ മറുപടി പറയുന്നു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് സേതു അവരോടായിട്ട് ചോദിക്കുന്നു. ഉടനെ തന്നെ ടീം ലീഡർ കയ്യിലുണ്ടായിരുന്ന റിമോട്ട് പ്രസ് ചെയ്യുന്നു. പ്ലേയേഴ്സിന്റെ മുകളിലായിട്ട് ഒരു വലിയ ഗ്ലാസിന്റെ ഭണ്ഡാരം താഴ്ന്നു വരുന്നു. ഓരോ ഗെയിമിന് ശേഷവും പണം ഇതിലേക്ക് നിറയുന്നതായിരിക്കും. തുക എത്രയായിരിക്കുമെന്ന് ആദ്യത്തെ ഗെയിം കഴിയുമ്പോൾ ഞങ്ങൾ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഗെയിമിൽ താല്പര്യമില്ല എങ്കിൽ ഇപ്പോൾ തന്നെ പറയുക എന്ന് ടീം ലീഡർ പറയുന്നു. പക്ഷെ ഇപ്പോൾ ആ സമയത്ത് ആരും എതിർപ്പ് പറഞ്ഞില്ല. അതിനുശേഷം എല്ലാവരും കൺസേൺ ഫോമിൽ സൈൻ ചെയ്യുന്നു. ആ കൺസേൺ ഫോമിൽ 3 നിയമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ ഗെയിം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലെയറിന് അത് പകുതി വഴിയിൽ വെച്ച് നിർത്തിയിട്ട് പോവാൻ പാടില്ല. ഗെയിം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഗെയിം കളിക്കാൻ വിസമ്മതിക്കുന്ന പ്ലെയറിനെ എലിമിനേറ്റ് ചെയ്യും. മൂന്നാമത്തേത് ഗെയിം ടെർമിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. പ്ലെയേഴ്സിൽ ഭൂരിഭാഗം പേരും ഗെയിം ടെർമിനേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഗെയിം ടെർമിനേറ്റ് ചെയ്യുന്നതാണ്. എന്നിങ്ങനെയായിരുന്നു ആ കൺസേൺ ഫോമിലെ 3 റൂളുകൾ. അങ്ങനെ എല്ലാവരും സൈൻ ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മുടെ സേതുവും അതിൽ സൈൻ ചെയ്യുന്നു. പ്ലേയേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് ആദ്യത്തെ ഗെയിം ആരംഭിക്കാൻ പോവുകയാണ്. സ്റ്റാഫിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എല്ലാവരും ഗെയിം ഹാളിലേക്ക് എത്തിച്ചേരുക. അങ്ങനെ അവരെല്ലാവരും ഗെയിം ഹാളിലേക്ക് നീങ്ങുകയാണ്. അതിനിടയിൽ ഒരു സ്ഥലത്ത് വെച്ച് ഓട്ടോമാറ്റിക് ക്യാമറ അവരുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അവർ ചിരിച്ചുകൊണ്ട് നിൽക്കണം, ഫോട്ടോ എടുക്കും. ആധാറിലൊക്കെ ഫോട്ടോ എടുക്കുന്നത് പോലെ ഓരോരുത്തരും ഫോട്ടോ എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബോസിന്റെ മുന്നിൽ ഇവരുടെ ആ ഫോട്ടോയും നമ്പറും തെളിഞ്ഞു വരും. അങ്ങനെ പ്ലേയേഴ്സ് എല്ലാവരും ഒരു വലിയ ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. അപ്പോഴാണ് സേതു ചന്തുവിനെ ശരിക്കും കാണുന്നത്. അവൻ ഓടിപ്പോയിട്ട് ചന്തുവിനോട്, നീ എന്തിനാടാ ഇവിടെ? നിന്റെ അമ്മ പറഞ്ഞത് നീ എവിടെയോ ഫോറിൻ കൺട്രിയിൽ ബിസിനസ് ട്രിപ്പിലാണ് എന്നൊക്കെയാണല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നീ എന്താ വലിയ കടത്തിലാ മറ്റോ ആണോ എന്നൊക്കെ അയാൾ പറയുന്നത് കേട്ടോ ആ വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സേതു ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മൈക്കിലൂടെ പ്ലേയേഴ്സ് എല്ലാവരും വരിവരിയായി നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ ചന്തു സേതുവിനോട് പറയും, നമുക്ക് അതിനെപ്പറ്റിയൊക്കെ പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ചന്തു അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ലൈൻ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ബോസിന് ഒരു ഫോൺ കോൾ വരുന്നു. അദ്ദേഹം ഒരു സീക്രട്ട് മുറിയിലേക്ക് പോയി ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. ആദ്യ കളിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി ആരംഭിക്കാം എന്നും പറഞ്ഞ് ബോസ് ആ ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം ഒരു വലിയ ടിവിയിലൂടെ ആ ഗെയിം ഹാൾ മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയിം ഹാളിലാകട്ടെ ഈ പ്ലേയേഴ്സ് ഒക്കെ ആ ഹാളിലേക്ക് വന്ന വാതിലുകൾ ഓരോന്നായി അടയുന്നു. എല്ലാവരും ഒരല്പം പേടിയോടെ അതൊക്കെ നോക്കി നിൽക്കുന്നു. എല്ലാവരും പേടിയോടെ ചുറ്റും നോക്കുമ്പോൾ ആ വൃദ്ധം മാത്രം അതിലെ പക്ഷികൾ പറക്കുന്നതൊക്കെ നോക്കി ചിരിക്കുന്നു. നമ്മുടെ ഈ പ്ലേയേഴ്സ് എല്ലാം നിൽക്കുന്നതിന്റെ ഒരുപാട് മുന്നിലായിട്ട് ഒരു വലിയ പാവക്കുട്ടിയെ നമുക്ക് കാണാം. അവൾ ഒരു മരത്തിനോട് ചേർന്ന് നിൽക്കുകയാണ്. എല്ലാ പ്ലേയേഴ്സും നോക്കി നിൽക്കെ ആ പാവക്കുട്ടി പതിയെ മരത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. നമ്മളൊക്കെ സാറ്റ് കളിക്കില്ലേ, അതുപോലെ ആദ്യത്തെ ഗെയിം ആരംഭിക്കുകയാണ്. റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്നാണ് ഗെയിമിന്റെ പേര്. ഈ പാവ ഗ്രീൻ ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നിലേക്ക് നീങ്ങാം. റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ നിൽക്കണം. അതിനുശേഷം നിങ്ങൾ ചലിക്കുന്നതായിട്ട് കണ്ടാൽ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യപ്പെടും. ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യുന്ന ആൾക്കാർ വിജയിച്ചതായി കണക്കാക്കപ്പെടുകയും ചെയ്യും. ഇതാണ് കളിയുടെ നിയമം. നമുക്ക് ആരംഭിക്കാം. ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 5 മിനിറ്റ് സമയമുണ്ട്. അങ്ങനെ പ്ലേയേഴ്സ് എല്ലാം റെഡിയായി നിൽക്കുന്നു. ഗെയിം ആരംഭിക്കുകയും ചെയ്യുന്നു. പാവക്കുട്ടി തിരിഞ്ഞു നിന്ന് ഗ്രീൻ ലൈറ്റ് എന്ന് പറയുന്നു. എല്ലാവരും ഓടാൻ തുടങ്ങി. പെട്ടെന്ന് റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞ് പാവക്കുട്ടി തിരിഞ്ഞു നോക്കുന്നു. പാവം ഒരു ചകിരിത്തലേന് മാത്രം കൺട്രോൾ കിട്ടിയില്ല. അവന്റെ ബാലൻസ് തെറ്റി അവൻ മൂവ് ചെയ്യുന്നു. പ്ലെയർ നമ്പർ 324 എലിമിനേറ്റഡ് എന്ന് പറഞ്ഞ ഉടനെ ഒരു വെടിയൊച്ച കേട്ട് എല്ലാവരും ഞെട്ടിത്തരിക്കുന്നു. ആ ചകിരിത്തലയൻ പതിയെ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ആർക്കും അതെന്താണ് സംഭവമെന്ന് മനസ്സിലായില്ല. അപ്പോഴേക്കും പാവ വീണ്ടും തിരിഞ്ഞു നിന്ന് ഗ്രീൻ ലൈറ്റ് എന്ന് പറയുന്നു. എല്ലാവരും അടിവെച്ചടിവെച്ച് മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. ഒരുത്തം മാത്രം ആ വീണ് കിടക്കുന്ന ചകിരിത്തലയന്റെ അടുത്തേക്ക് പോയിട്ട്, ഡേ നീ ഔട്ടായടെ, കിടന്ന് ഷോ കാണിക്കാതെ എണീറ്റ് പോടെ എന്ന് പറയുന്നു. അപ്പോഴേക്കും പാവ റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നു. അതോടെ എല്ലാവരും അനങ്ങാതെ നിൽക്കുന്നു. അത് കണ്ട് പേടിച്ച് വിറച്ച അവൻ പിന്നിലേക്ക് ഓടുന്നു.
അതോടെ എല്ലാവരും അവിടെ നിന്ന് പേടിച്ചോടാൻ തുടങ്ങി. കുറച്ചുപേർ മാത്രം പേടിയുണ്ടെങ്കിലും അവിടെ അനങ്ങാതെ കടിച്ചു പിടിച്ചു നിൽക്കുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെല്ലാം വെട്ടിക്കൊണ്ട് മരിക്കുന്നു. ആ പാവയുടെ കണ്ണിൽ മോഷൻ ഡിറ്റക്ഷൻ ക്യാമറയുണ്ട്. അതുപയോഗിച്ചാണ് എല്ലാവരുടെയും ചലനങ്ങൾ മനസ്സിലാക്കുന്നതും അവരെ വെടിവെച്ച് കൊല്ലുന്നതും. നമ്മുടെ ബോസാവട്ടെ ഇതെല്ലാം ആ ടിവിയിലൂടെ കണ്ട് ആസ്വദിക്കുകയാണ്. ആ ഗെയിം ഹാൾ മുഴുവൻ ഇപ്പോൾ ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. നമ്മുടെ ഹീറോ നിലത്ത് വീണ് കിടക്കുകയാണ്. അവന്റെ മുകളിലാണെങ്കിൽ ഒരു ശവശരീരവും. അവനാകെ പേടിച്ച് വിറച്ചു പോയിരിക്കുകയാണ്. ആ പാവക്കുട്ടി വീണ്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ ഗ്രീൻ ലൈറ്റ് എന്ന് പറയുന്നു. എല്ലാവരും സ്തബ്ധരായി നിൽക്കുമ്പോൾ നമ്മുടെ വൃദ്ധൻ മാത്രം മുന്നിലേക്ക് നടന്നു നീങ്ങുന്നു. റെഡ് ലൈറ്റ് എന്നും പറഞ്ഞ് പാവക്കുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ആരും ചലിക്കുന്നില്ല. വീണ്ടും ഗെയിം കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരുന്നു. വൃദ്ധൻ മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഓരോരുത്തരായി മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. ചേടാ, അതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നു. വൃദ്ധന്റെ കൊറിയൻ പേര് ഓ ഇൽ നാം എന്നാണ്. നമുക്ക് ഈപ്പച്ചൻ എന്ന് വിളിക്കാം. പാവ തിരിഞ്ഞു നിന്ന് ഗ്രീൻ ലൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും മൂവ് ചെയ്തു തുടങ്ങി. പക്ഷെ നമ്മുടെ നായകൻ മാത്രം ഇപ്പോഴും നിലത്ത് കിടക്കുകയാണ്. അവനാകെ പേടിച്ച് വിറച്ചിട്ടാണുള്ളത്. അതിനിടയിൽ ചന്തു അവനടുത്തേക്ക് എത്തുന്നു. സേതു, അനങ്ങരുത്, ഞാൻ പറയുന്നത് കേൾക്കുക മാത്രം ചെയ്യുക. ആ പാവയുടെ കണ്ണിൽ മോഷൻ സെൻസർ ഉണ്ട്. അതുകൊണ്ട് നീ അനങ്ങിയാൽ അത് കണ്ടെത്തും. പക്ഷെ നിനക്ക് ഒരുപാട് നേരം ഇവിടെ കിടക്കാനുമാവില്ല. ആ ടൈമർ തീർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിന്നെയും അവർ വെടിവെച്ച് കൊന്നേക്കാം. അതുകൊണ്ട് വേഗം എഴുന്നേറ്റ് മുന്നോട്ടേക്ക് പോകാൻ നോക്ക്. ആരുടെയെങ്കിലും പിന്നിൽ നിന്നാൽ ആ പാവയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം എന്നും പറഞ്ഞ് ചന്തു ആ ഗെയിമിനനുസരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. അത് കേട്ടതോടെ സേതുവും ആ ശവം തള്ളി മാറ്റി മുന്നോട്ടേക്ക് നീങ്ങി തുടങ്ങി. ഗെയിം തുടർന്നുകൊണ്ടേയിരുന്നു. പലർക്കും ജീവൻ നഷ്ടമായി. നമ്മുടെ ഭാനു ഉണ്ടല്ലോ, അവള് കീരിക്കാടൻ ജോസിന്റെ പിന്നിൽ തന്നെ മറഞ്ഞു നിന്നുകൊണ്ടാണ് പോകുന്നത്. പന്നെ, എന്റെ പിന്നിന്ന് മാറിപ്പോടി എന്ന് ജോസ് ഭാനുവിനോട് പറയുന്നു. നീ എന്റെ മുന്നിലാണുള്ളത്. ഞാൻ വിചാരിച്ച ഇപ്പോ നിന്റെ ജീവൻ ഇവിടെ വെച്ച് തീർക്കാം എന്ന് ഭാനുവും മറുപടി പറയുന്നു. പല്ല് ഞെരിച്ചുകൊണ്ട് ജോസ് വീണ്ടും കളിക്കനുസരിച്ച് മുന്നോട്ടേക്ക് നീങ്ങി. പിന്നാലെ ഭാനുവും. അതിനിടയിൽ ഒരു തവണ ഭാനു അവന്റെ മുടിക്ക് പിടിച്ച് പിന്നിലേക്ക് വലിച്ചിടുകയും ശേഷം മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. അവന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പാവ കണ്ട അപ്പ അവനെ വെടിവെച്ചൂലൂലേ. നമ്മുടെ ബോസാവട്ടെ ഇതൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് രസിച്ചിരുന്ന് ആസ്വദിക്കുകയാണ്. ഗെയിം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു. നമ്മുടെ സേതു ഓടി റെഡ് ലൈൻ കടക്കാൻ നോക്കുമ്പോഴേക്കും താഴെ ചത്ത് വീണ് കിടക്കുന്ന ഒരുത്തന്റെ കൈ ചവിട്ടി താഴേക്ക് വീഴാൻ പോകുന്നു. അപ്പോഴേക്കും പാവ തിരിഞ്ഞു നോക്കാനും തുടങ്ങി. ആ സമയം തന്നെ ഏതോ ഒരാള് സേതുവിന്റെ കുപ്പായത്തിൽ പിടിച്ച് അവനെ താങ്ങി നിൽക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ അലിയായിരുന്നു. വീണ്ടും പാവ തിരിഞ്ഞു നിന്ന് ഗ്രീൻ ലൈറ്റ് പറയുമ്പോഴേക്കും അവസാന സെക്കൻഡിൽ അലിയും സേതുവും ചാടി ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യുന്നു. ഗെയിം സമയം തീർന്നിട്ടും ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യാത്ത എല്ലാവരെയും വെട്ടിവെച്ച് കൊല്ലുന്നു. ജയിച്ചവരെല്ലാവരും പേടി കൊണ്ടും ജീവൻ ബാക്കി കിട്ടിയ സന്തോഷം കൊണ്ടും സ്തബ്ധരായി നിൽക്കുന്നു. തുടർന്ന് ആ വലിയ സ്റ്റേഡിയത്തിന്റെ മുകളിലത്തെ വാതിലുകൾ അടയുന്നു. അവരെല്ലാവരും ഒരു ഒറ്റപ്പെട്ട വലിയ ദ്വീപിനുള്ളിലാണെന്ന് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോയും ഈ കഥയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ.